സായ്കുമാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് തന്നെയുണ്ട്. വളരെ കോൺഫിഡന്റ് ആണ്. പൂവിളിയൊന്നും രാഹുലിന് ഏശുന്നില്ല. കാരണം രണ്ട് കേസുകളിലും രാഹുൽ ഒരു വിന്നിംഗ് പോയിന്റിലാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസം രാഹുലിനുണ്ടോ സായ്കുമാർ? തീർച്ചയായും സുജയ, ആ ആത്മവിശ്വാസമുണ്ട്. ഒരുപക്ഷെ ഇതിനേക്കാൾ മുന്നേ രാഹുൽ പുറത്തു വരേണ്ടതായിരുന്നു. പക്ഷേ നേരത്തെ റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ നേതാക്കളുടെ കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. വോട്ടെടുപ്പ് ദിവസം ഈ രീതിയിൽ വോട്ടെടുപ്പിന്റെ സമയം അവസാനിക്കുമ്പോൾ മാത്രം വന്ന് വോട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ മുഴുവൻ ചർച്ചയും രാഹുലിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ ഒരു നിർദ്ദേശം കൃത്യമായി രാഹുൽ പാലിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ പാർട്ടി നേതാക്കളുടെ പാർട്ടി പുറത്താക്കിയെങ്കിലും സുജയ്, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, സ്ഥാനാർത്ഥിയും അവിടെയുള്ള പ്രവർത്തകരുമൊക്കെ വലിയ സ്വീകരണം 15 ദിവസം ഒളിവിൽ കഴിഞ്ഞ MLAക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്കൊപ്പം പാലക്കാടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ചായ കുടിക്കുകയാണ്. അപ്പോൾ പാർട്ടി പ്രവർത്തകർ ഇപ്പോഴും രാഹുലിന് ചുറ്റുമുണ്ട്. ഈ നടപടി എന്നൊക്കെ പറയുന്നത് ഒരു പേരിന് മാത്രം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സ്വീകരിക്കുന്നത്. ഈ 15 ദിവസം ഒളിവിൽ കഴിഞ്ഞ് രാഹുൽ ഒരു കൂസലുമില്ലാതെ ഇപ്പോൾ വന്ന് വോട്ട് ചെയ്യുകയാണ്. പോലീസ് നടത്തി എന്നൊക്കെ പറയുന്ന അന്വേഷണം എന്തായിരുന്നു എന്ന് പരിഹാസരൂപേണ തിരിച്ചു ചോദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. വളരെ കൂളായി വന്ന് രാഹുൽ വോട്ട് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം. അവിടെ പ്രതിഷേധമുണ്ടായത്, പക്ഷേ വളരെ പെട്ടെന്ന് ആ നടപടികൾ പൂർത്തിയാക്കി. പാലക്കാട്ട് തന്നെ സായ്കുമാർ, ഇനി സംശയിക്കേണ്ട, പാലക്കാട്ട് തന്നെ ഉണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലുമായി അടുത്ത വൃത്തങ്ങളെല്ലാം തരുന്ന സൂചന അതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാലക്കാട് ഉണ്ടാകും. ഇനി കേസിനെ കേസായി നേരിടുക, കോടതിയിൽ സത്യം തെളിയിക്കും എന്നുള്ളതാണ് രാഹുൽ പറയുന്നത്. തീർച്ചയായും ഇനിയിപ്പോൾ സത്യം ജയിക്കും. കോടതിയുടെ മുന്നിൽ 2 കേസുകളും ഉണ്ടല്ലോ എന്ന മറുപടിയിൽ രാഹുൽ എല്ലാം ഒതുക്കുകയാണ്. അല്ല, കോടതി പറയും എന്നുള്ളതാണ് രാഹുൽ ഇപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സത്യം ജയിക്കും, അതായത് ഈ സംഭവം ഉണ്ടായപ്പോൾ മുതൽ രാഹുൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് സത്യം ജയിക്കും എന്നാണ്. പക്ഷെ അതിനുശേഷം കുറെ അധികം തെളിവുകൾ മുന്നോട്ട് വന്നു, പരാതികൾ വന്നു, കോടതിയുടെ അടുക്കലേക്ക് കാര്യങ്ങൾ എത്തി. ഇപ്പോൾ സ്വാഭാവികമായും ഇനി പറയാനുള്ളതെല്ലാം കോടതിയിൽ പറയും എന്ന് ആവർത്തിക്കുകയാണ്. ഇപ്പോൾ വോട്ട് ചെയ്ത ശേഷം ചായ കുടിക്കാൻ എത്തുകയാണ്. അവിടെ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ എന്തായാലും അവിടെ കൂളായി. പ്രവർത്തകരെല്ലാവരും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുണ്ട് എന്നുള്ളതാണ്. അവിടെ സ്ഥാനാർത്ഥിയുണ്ട്. ഇപ്പോൾ കുന്നത്തൂർമേടിലെ സ്കൂളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്തത്. അതിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കടയിലാണ് രാഹുൽ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ എല്ലാം കോടതി തീരുമാനിക്കും, സത്യം ജയിക്കും, എല്ലാം കോടതിക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ച് പറയുന്നത്. കോടതിക്ക് മുന്നിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രതികരണത്തിന് രാഹുൽ തയ്യാറാകുന്നില്ല. പക്ഷേ രാഹുലിന്റെ മുഖത്ത് അങ്ങനെ ഒരു പ്രതിസന്ധി ഉള്ളതിൻ്റെയോ ടെൻഷൻ ഉള്ളതിൻ്റെയോ ഒന്നും കൂളായി ഇരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സുജയ്, എന്തായാലും രാഹുൽ ആ വോട്ടെടുപ്പ് അവസാനിക്കാൻ 10 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് രാഹുൽ എത്തിയത്. അതായത് അതിൻ്റെ ലാസ്റ്റ് മൊമെന്റ് ആ വോട്ട് ചെയ്ത് രാഹുൽ പുറത്തിറങ്ങി. രാഹുൽ എത്തും എന്നുള്ള അഭ്യൂഹമൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെ നിന്നാണ് രാഹുൽ എത്തിയത് എന്നുള്ളത്, രാഹുൽ അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിൽ പോയിട്ടില്ല, MLA ഓഫീസിലേക്ക് പോയിട്ടില്ല. അവിടെ ഒന്നും പോവാതെയാണ് രാഹുൽ നേരിട്ട് ഈ ബൂത്തിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ രാഹുൽ റെസ്റ്റോറന്റിലെത്തി ചായയും കുടിച്ച്, പ്രവർത്തകർക്കൊപ്പം ചായയും കുടിച്ച് അവിടെ നിന്ന് മടങ്ങുകയാണ്. കുടിക്കുന്നതാണ് ഗുപ്തൻ ഇഷ്ടമെന്ന് പറഞ്ഞതുപോലെ എല്ലാ മാധ്യമങ്ങളും പ്രതികരണം തേടി എത്തുമെന്ന് രാഹുലിന് അറിയാം. അതുകൊണ്ട് ഈ അവസാന മണിക്കൂർ സ്റ്റീലിംഗ് ദ മൊമെന്റ് എന്നൊരു പ്രയോഗമുണ്ട്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വേണം കരുതാൻ, അല്ലേ സായ്കുമാർ? തീർച്ചയായും അത് തന്നെയാണ് സുജയ. രാഹുൽ ഒരു അങ്ങനെയുള്ള ഒരു ടെൻഷൻ, 15 ദിവസം ഒളിവിൽ കഴിഞ്ഞ ഒരാളുടെ ടെൻഷനൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ രാഹുൽ വരുന്നത്. കൂളായി തന്നെ ഇരുന്നു. നേരത്തെ ഇവിടെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. രാഹുലിന്റെ വാഹനത്തിന് കോഴിയുടെ ചിത്രമൊക്കെ ഒട്ടിച്ച് ചില ആളുകൾ പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ രാഹുൽ അവിടെ നിന്ന് മടങ്ങുകയാണ്. ഇനി എങ്ങോട്ടേക്കാണ് രാഹുൽ പോകുന്നത് സജീവമായി തന്നെ ഉണ്ടാകും. ഇനിയിപ്പോൾ എന്തായാലും വീണ്ടും ഒളിവിലേക്ക് പോകേണ്ട സാഹചര്യമില്ല. 15 ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയത്. മുഖ്യമന്ത്രിയുടെ അടുക്കൽ ആ പരാതി എത്തിയപ്പോൾ അന്ന് നിന്ന നിൽപ്പിൽ കാണാതായതാണ്. ഇപ്പോൾ ഇതാ പാലക്കാട്ടെയൊക്കെ ആളുകളുമായിട്ടൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ബൂത്തിനടുത്ത് തന്നെയുള്ള ഒരു സായ്കുമാർ, ചുരുക്കി പറഞ്ഞാൽ ഗ്രൗണ്ട് മൊത്തത്തിൽ തനിക്കെതിരല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു തിരിച്ചുവരവാണ് ഇതെന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായും ആ ഗ്രൗണ്ടിലുള്ള ഒരു റിയാലിറ്റി രാഹുൽ മനസ്സിലാക്കുന്നു. നേരത്തെയും നമ്മൾ കണ്ടതാണ് സുജയ, ഇത്ര വലിയ ആരോപണ പെരുമഴ ഉണ്ടായപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അവിടെ തോളിലേറ്റിയ ആളുകൾ സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ പരാതിയുടെ ഗൗരവമോ ഈ അതിജീവിത പറഞ്ഞതിനേക്കാൾ കൂടുതൽ രാഹുലിനെ അവിടെയുള്ള ചില ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നേരത്തെ രാഹുൽ അവിടെ എത്തും എന്നൊക്കെ നേരത്തെ അറിയുന്ന, അതിനായി തയ്യാറായി നിന്ന ആളുകൾ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെയുള്ള പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും രാഹുൽ അവിടെ എത്തും എന്നുള്ള ഒരു വിവരം നേരത്തെ തന്നെ കിട്ടിയിരുന്നു. രാഹുലിനെ സ്വീകരിക്കാൻ അവർ അവിടെ തയ്യാറാവുകയും ചെയ്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ രാഹുൽ അവിടെ നിന്ന് ചായയും കുടിച്ച് മടങ്ങുകയാണ്. എന്തായാലും അദ്ദേഹം വോട്ട് ചെയ്തു, അവിടെ എത്തി വോട്ടർമാരോട് സംസാരിച്ചു, ചായ കുടിച്ച്
മടങ്ങുകയും ചെയ്തു. പാലക്കാട് തന്നെ ഉണ്ടാകും എന്ന ഒരു മറുപടിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ച് പറയുന്നത്. ഈ കേസിനെ കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല, ബാക്കിയെല്ലാം പിന്നീട് പറയാം എന്ന മറുപടിയിൽ ഒതുക്കുകയാണ്. ഇപ്പോൾ എല്ലാം കോടതിക്ക് മുന്നിലുണ്ട്, കോടതി തീരുമാനിക്കും, സത്യം ജയിക്കും, ബാക്കിയെല്ലാം പിന്നീട് പറയാം എന്നാണ് രാഹുൽ ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ കാറിൽ കയറി രാഹുൽ പോയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടേക്കാണ്, ഇനി MLA ഓഫീസിലേക്കാണോ രാഹുൽ പോവുക എന്നുള്ളതാണ് കൗതുകമുള്ള കാര്യം. 15 ദിവസമായി അവിടെ MLA ഓഫീസ് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അവിടെയുള്ള സ്റ്റാഫിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പോലും പറയുന്നത് ഞങ്ങൾക്ക് പോലും MLAയോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷേ അങ്ങനെ അതൊക്കെ സത്യമാണോ എന്നുള്ളത് ഇനി അറിയണം. എന്തായാലും അതെ, പാലക്കാട് തന്നെ തുടരുമെന്ന് രാഹുൽ പറഞ്ഞിരിക്കുകയാണ്.